അപ്പൊ കൂട്ടുകാരാണ് നമ്മുടെ കുഞ്ഞേച്ചി നമ്മള് മൈസൂർ കൊണ്ടുവന്നു. കുഞ്ഞേച്ചി ഉണ്ടൂടും നമ്മളെല്ലാവരും മൈസൂർ വന്നു. അളിയൻ വന്നു. അളിയനെ കണ്ടു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റ് ആയിട്ട് ഇനി എന്താ നെക്സ്റ്റ് വെച്ചാല് ഇവിടുന്ന് ഇനി എങ്ങോട്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ കൂട്ടുകാരെ ഇവിടെ സ്റ്റോറി തുടങ്ങുന്ന കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. യഷിന്റെ ആ സിനിമാ നടൻ ഒത്തിരി ഇങ്ങനെ ഒത്തിരി പാവങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തുകാർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയാ. ആ തുണിക്കൊക്കെ നല്ല വില കുറവാട്ടോ. ഈ സൈഡിലിരിക്കുന്ന തുണി കണ്ടോ, അതിനൊക്കെ നല്ല ചീപ്പ് വിലയിൽ കിട്ടും. പേശിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല വില. അതിൽ പേശാൻ വേണ്ടിയുള്ള ആൾക്കാർ ഫ്രണ്ട് ആയിട്ട് കൂടെ വേണം. മമ്മീനെ മിണ്ടാത്തെ. കൊട്ടാരത്തിന്റെ വേറൊരു വശം. ഇവിടുന്ന് എൻട്രൻസ് കിട്ടോ, പാലസിലേക്ക് കയറുന്ന എൻട്രൻസ് ഇതാണ് കണ്ടോ. നമ്മൾ അവിടുന്ന് തിരികെ ചെയ്ത കണ്ടോ. നമ്മൾ അന്ന് വന്നപ്പോ ഇതിലാണോ കേറി? ഇതിലേ കേറുക. അവിടെ കണ്ട ചോളം പുഴുങ്ങി വെച്ചേക്കുന്നേ. ഇതേ പാനിപൂരി 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 കണ്ടോ, പാനിപൂരി കണ്ടോ. ദേ ഇവിടെ ഉടുപ്പിനൊക്കെ തീരെ വിലക്കുറവായിരിക്കും കേട്ടോ. ഈ തുണിക്കൊക്കെ ലെഗിൻസ് കണ്ടോ. നല്ല ചീപ്പ് വില കിട്ടും. ഇഷ്ടമില്ലാട്ടോ എനിക്ക്. ഈ അളിയനാണെങ്കിൽ കട്ടെടുക്കാൻ വന്നതാട്ടോ കുഞ്ഞേച്ചീനെ ഡൂഡുവിനെ. അപ്പൊ അളിയൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാട്ടോ കൂട്ടുകാരെ. അപ്പൊ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഈ മൈസൂർ വരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് സുസീനെയും ഡൂഡുവിനെയും നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അളിയൻ ഇവിടെ വരെ വന്നു. എന്നിട്ട് ഇവരെ നമ്മൾ സുരക്ഷിതമായി അളിയന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകട്ടോ. ചൂടാവുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ കയറി പറയുന്നത്. കുഞ്ഞേച്ചിക്കാണ് അതൊന്നും മൈൻഡില്ല കേട്ടോ. കുഞ്ഞേച്ചി പോകുന്നതിന്റെ ഇത് സിറ്റി ബസ് സ്റ്റാൻഡ്. ഇവിടെ ലോക്കൽ ബസ്സസ് ഒക്കെ പോലെ പ്രൈവറ്റ് ബസ് ഒക്കെ. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞേച്ചിക്ക് ഭയങ്കര സന്തോഷാട്ടോ. അളിയന്റെ കൂടെ പോവാണല്ലോ. നമുക്ക് ഭയങ്കര വിഷമാട്ടോ. ഞാനിപ്പോ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചായം പറയും, ഓ നിനക്ക് എന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല, നിനക്ക് എപ്പോഴും നിന്റെ വീട്ടിൽ കാണാൻ ഇഷ്ടമെന്നാ. സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയും, ഓ കുഞ്ഞേച്ചിക്ക് അളിയനോട് പോ ഭയങ്കര സന്തോഷമാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല. എന്റെ അവസ്ഥ ഓർത്ത് നോക്ക് കുഞ്ഞേച്ചിട്ടോ. നമുക്ക് ഒരു വിഷമായിരിക്കും. വീട് ഉറങ്ങൂട്ടോ. മമ്മി മധുരക്കിഴങ്ങ് വെക്കാൻ വെച്ചേക്കുന്നുണ്ടോ നോക്കൂ മമ്മി. കുണ്ടിക്കുമ്പങ്ങയൊക്കെ. എന്റെ ദൈവമേ, ഇതാണ് സിറ്റി. ഇവിടെ നല്ല വിലക്കുറവിൽ സാധനം ഒക്കെ കിട്ടും. കണ്ടോ നോക്ക്. എന്തിനേ മമ്മി നമ്മള് സാധനം മേടിച്ച് ഇവിടുന്നാ. കണ്ടോ നീ ഓർക്കുന്നുണ്ടോ? ഞാൻ കാട്ടിത്തരാട്ടോ. ഞാൻ മറ്റേ ആ ടോപ്പ് മേടിച്ച കട കാട്ടിത്തരാട്ടോ. തവള തരാം. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ കണ്ടോ, ഇതിന്റെ ഈ ഇടയിലുള്ള ഒരു കടയെന്നാണ് ഇതല്ല ഞാൻ കാട്ടിത്തരാട്ടോ. ഇവിടെ കൂടെ പോയിട്ട് കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറണായിരുന്നു ആ ടോപ്പ് മേടിച്ച കട. ഏതോ ഒരു ടോപ്പ് മേടിച്ച കഥയാട്ടോ ഇപ്പൊ പറയുന്നത്. ആ ടോപ്പിൽ നീ പറഞ്ഞില്ലേ നല്ല ടോപ്പാണല്ലോ ഇഞ്ചിന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടു. വിലക്കുറവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല രസം. സൂപ്പറാ സാമാര് മുഖം കണ്ടു. പുറകുന്ന വണ്ടിന്റെ ഹോണടി പോലും കേൾക്കുന്നില്ല. ഇനി അളിയോ അളിയൻ തലയിലും കഴിച്ചിരിക്കുക. എന്ത് ചെയ്യാനാ. ഇവിടെയാണ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ്. എടാ ഇങ്ങനെ കുഞ്ഞേച്ചി മൈസൂരിലായിരുന്നു. നോക്ക് ഫ്രണ്ടിൽ നോക്ക്. റോഡ് നോക്കടി. എടി ഫ്രണ്ട് വ്യൂ എന്റെ മോശം കാട്ടിക്കൊണ്ടിരിക്കാണ്ടോ. നീ നോക്കടി. അളിയൻ കുഞ്ഞേച്ചിന്റെ ട്രോള് കേട്ടോ. അല്ല എന്ത് രസാ നോക്ക്. രണ്ട് സൈഡിലും മരം കേട്ടോ. എവിടെ ആ മരം നോക്കടി. മുന്നില് രണ്ടെണ്ണം ബാക്കില് രണ്ടെണ്ണം ഞാൻ അതിന്റെ നടുവില്. അതൊക്കെ പഴയ കെട്ടിട, പണ്ടത്തെ കെട്ടിടവാ. ഹായ് പഴയ കെട്ടിടം.
ഈ പഴയ കെട്ടിടം. നോക്കി ഇവരെന്നെ കളിയാക്കുന്നു. അളിയൻ ആദ്യം തുടങ്ങി അളിയൻ ഇരിക്കുന്നൊക്കെ എന്താ അളിയ പറയാനുള്ള ഈ അവസരത്തില് നമ്മള് ട്രാഫിക് ജാമിലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ തിരിച്ചു കൊണ്ടാക്കാവുന്ന. എന്തായാലും വന്നാല് വെറും കൈയോടെ പോകണ്ട. എടാ കുഞ്ഞാ എങ്ങനെയുണ്ടായിരുന്നു എന്ത് ഇത്ര നേരത്തെ സംസാരം? എന്റെ പൊന്നെ, എന്താ ഇനി പോകുമ്പോ നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും ഓർക്കുന്നത്. ഒരു പാനി നിന്നെ ഞാൻ എത്ര നാളായിട്ട് വിളിക്കണ, നീ വന്നിട്ടില്ല ഇതുവരെ. കൈ വലുതാകുമ്പോ ഇങ്ങനെയായിരിക്കും. എന്താ ഇങ്ങനെ നമുക്കൊന്ന് പോണം അല്ലെ? എന്നാ ഇച്ചെടുത്ത് തോട്ടിലെറിയോ? തോട്ടിലെറിയോ? അല്ല, ഇച്ചക്ക് ഏത് നേരം ഒച്ച കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. ഇവന് ഭയങ്കര ദേഷ്യായിട്ടാ. ഞാൻ അപ്പൊ എന്റെ ഒച്ചയൊക്കെ നിങ്ങക്ക് ഡിസ്റ്റർബൻസ് അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ കേട്ടോ, അങ്ങനെയല്ല. ഇവിടെ നല്ല ഫുഡ് കിട്ടൂടാണ്ട് ഈച്ചായിട്ട് എപ്പോഴും ഞാൻ നിർത്താൻ പറയും. ഒരു പ്രാവശ്യം ഇവിടുന്ന് മേടിച്ചിട്ടില്ല ഈച്ചല്ല ഈച്ചായ. കണ്ടോ, നോക്ക് എന്തോരം ഫുഡാന്ന്, നോക്ക് എന്തോരം ആൾക്കാർ കഴിക്കുന്നത്. എന്ത് എടാ, അതിന്റെ ഉള്ളില് ഫുഡ് കിട്ടൂടാ. റെയിൽവേ സ്റ്റേഷൻ കൊട്ടി പറയണ കൊട്ടി പറയണ പൂരമായ കൊട്ടി പറക്കണ പൂരമായ മൈസൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ കണ്ടോ 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 ഇങ്ങനെ കണ്ടോ. എവിടേക്കാ? പാർക്കിംഗ് പ്രീപെയ്ഡ് 4 വീലർ അവിടെ പാർക്ക് ചെയ്യാലോ. ഞാൻ ചേട്ടാ ഫോട്ടോ എടുക്കുന്ന എടാ അവിടെ വേണ്ട 4 വീലർ അവിടെയാണ് പാർക്കിംഗ്. വണ്ടി സാധാരണ കേട്ടോ, എന്റെ എല്ലാരും ഇറങ്ങി ഇതെന്താ ഈ വൈകിട്ട് പിള്ളേര്? ഫോർച്യൂൺ വിഷ്വൽസോ ഇറങ്ങി പോണ്ടേ നമുക്ക്? സന്തോഷം നോക്കിയേ. ഞാൻ പോവല്ലേ. ഇനി കുറച്ചു നേരത്തേക്ക് ഇവര് പറഞ്ഞ സ്ഥിതിക്ക് സങ്കടപ്പെടാന്ന്. അപ്പൊ വേണ്ട ഇച്ചായൻ ലഗേജ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേണ്ട ഇത് ചേട്ടൻ വേണോ ഞാൻ കൊണ്ടു തരണോന്ന് ചോദിക്കുക. അവർക്ക് ഭയങ്കര ചാർജ് ആട്ടോ, കൂലി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ആ ചേട്ടൻ ചോദിക്കുക ഞാൻ പെട്ടി കൊണ്ട് തരണോന്ന്. വേണ്ട ഞങ്ങളോട് തരാന്ന് അവൻ ചോദിക്കുക എന്തുവാന്ന്. സ്കൈ തങ്കം തങ്കമ്മ അമ്മ വന്നേ, ഇത് എന്തിട്ട് കണ്ണാ അഞ്ചാം വന്നേ അച്ഛ വന്നേ. അപ്പൊ കണ്ടോ നമ്മൾ അങ്ങനെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. ചേച്ചി വേഗം വരണേ. അയ്യോ ഓടാ എന്റെ മുത്ത്. പോയിട്ട് എപ്പോ വരും? അമ്മ പിച്ചാടി ഇവ യോനെ പോകുമ്പോലുണ്ടല്ലോ. സ്കൈ എവിടെ പോണ്? നമ്മുടെ ഇന്ത്യൻ പതാക കിട്ടും. അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ, അതായത് ഇങ്ങനെ ഒരു ട്രെയിനുള്ള സ്റ്റേഷനിൽ പോകുന്ന കേട്ടോ. നമ്മള് UK-ലായിരുന്നപ്പോൾ അവിടുത്തെ ട്രെയിനിലും മെട്രോയിലും എന്താ പറയാ എല്ലാത്തിലും കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു വികാരമാണല്ലോ. സാമ്പോ കാറ് പാർക്ക് ചെയ്യാൻ പോയതാട്ടോ. ഇത് നോക്ക് ട്രെയിന്. ട്രെയിൻ കാണിക്കാതെ ട്രെയിൻ കണ്ടിട്ടോ. ഈ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണുങ്ങളെ സാധാ ട്രെയിൻ കണ്ടിട്ടില്ല കേട്ടോ. ട്രെയിൻ കണ്ട സന്തോഷത്തിലെ പെണ്ണ. അപ്പൊ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്, താഴെ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. പൊന്നുനാണെ ട്രെയിൻ നേരിട്ട് കാണാനുള്ളതിന് സന്തോഷം വന്നിട്ട് പൊട്ടാ മതി പൊന്നിന്. എങ്ങനെയാലും രണ്ട് സൈഡിലും ട്രെയിന് അമ്പോ. പൊന്നു ഇങ്ങനത്തെ ഈ ട്രെയിൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ മോഡൽ ട്രെയിന് അതിന്റെ എക്സൈറ്റ്മെന്റ് പെണ്ണ്. ഭയങ്കര നീട്ടല്ലേ ഇങ്ങനത്തെ ട്രെയിനിന്. ഇതിൽ ഏത് ട്രെയിനാ? കള്ളി 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 പെണ്ണ് ട്രെയിൻ തൊട്ട്
ഇത് വേറൊരു ഭയങ്കര എന്താ പറയാ സ്പെഷ്യൽ തന്നെയാട്ടോ. സൂപ്പർ ട്രെയിനാ. നമ്മള് സാധാരണ ഞാൻ UK നല്ല കയറിയാ എല്ലാവരും വിചാരിക്കും ഭയങ്കര അവള് വലിയ പൊങ്ങോറ്റം പറയുന്നു. അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കയറിയത്. പക്ഷെ അവിടെ ഇങ്ങനെയല്ലല്ലോ, കറക്റ്റ് മെട്രോ പോലെ തന്നെയല്ലേ ട്രെയിനും. ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ഇല്ലല്ലോ ചവിട്ടി കയറാന്. പിന്നെ ഇത്രയും വലുതൊന്നല്ല കേട്ടോ. അവിടെ കുഞ്ഞു നീട്ടം ഒന്നും ഉണ്ടാവില്ലല്ലോ അതിന് ട്രെയിൻ ഒന്നും. ഇത്രയും നീട്ടൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ അങ്ങ് നീണ്ട് കിടക്കുകയല്ലേ കേട്ടോ. അങ്ങ് വരെ ഉണ്ട്. ഡൂഡ് ഓടുന്നു അങ്ങ്. അളിയന്റെ കൂടി ഓടുന്നേ. ഡൂഡ് താണ്ടേ ഡൂഡ്. അതാ ഡൂഡിനെ പിടിക്കാൻ വേണ്ടി കുഞ്ഞു ഓടുന്നു. ഡൂഡ് ഓടുക കേട്ടോ. അത് തന്നെ പറഞ്ഞേ. കുഞ്ഞിപ്പണി ടാറ്റായിരുന്നു നോക്ക്. സ്കൈ സ്കൈ ടാറ്റാ ടാറ്റാ. കുഞ്ഞിപ്പണി ടാറ്റായിരുന്നു. എനിക്കാണ് ഭയങ്കര സന്തോഷമായിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയ ട്രെയിൻ കാണണം കയറണം. ഇനി കുട്ടേക്ക് പോകുമ്പോ വേണം യാത്ര ചെയ്യാന്. അപ്പൊ ഈ ബോഗിയിലാണ് കേട്ടോ ഇവര് പോകുന്നത്. AC 2 ടയർ. ACയോ ഇതെങ്ങനെ സംഭവം? ഇപ്പോ സെക്കൻഡ് AC എന്ന് പറയും. 5 മിനിറ്റ് സമയമേ ഉള്ളൂ. അത് തെറിക്കോ. കേറ് കേറ്. നമുക്കപ്പോ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറ്റി വെക്കാട്ടോ. നോക്കി എറിക്കോ. അങ്ങനെ പൊന്നും കുഞ്ഞിപ്പൊണ്ണും ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ട്രെയിനിൽ കയറുന്നേ. മമ്മി കയറിയിട്ടില്ലല്ലോ. മമ്മി കയറിട്ടുണ്ട് ട്രെയിനില്. മമ്മി പണ്ട് കയറിയിട്ടില്ലേ? മമ്മി എന്നെ കൊണ്ടുവിടെ. ഇത് AC ഉണ്ടല്ലോ, തണുപ്പുണ്ടല്ലോ. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ബോഗി മൊത്തോ? കൊള്ളാല്ലേ? ഇതിന്റെ മണ്ടയിൽ എങ്ങനെ കയറും? മണ്ടയിലാണ് കിടക്കണേ. ഒരാള് മേലെ ഒരാൾ അതുവാ കഴിഞ്ഞ പ്രാവശ്യം മേലെ കയറി കിടന്നേ. ഇവിടെ ആട്ടോ സുസി കിടക്കുന്നത്. സുസി ഇവിടെയും അളിയിൽ അവിടെ. അവിടെ ഞാൻ അവിടെ ഇച്ചായ. ആണോ? ഇങ്ങനെ എങ്ങനെ യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയാ. ആണോ? സായിപ്പന്മാരുണ്ടോ? എന്താ ടോയ്ലറ്റ് കില്ലത് ഇവിടെ തന്നെ ടോയ്ലറ്റ് കണ്ടോ? ഇവിടെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അത് കാട്ടി കൊടുക്കുക. ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടോ? ഇന്ത്യൻ ടോയ്ലറ്റും യൂറോപ്യൻ. ഞാൻ കാണട്ടെ. അയ്യോ വേഗം വെക്കട്ടെ. എനിക്ക് സാധനം എന്റെ ഫോൺ തരണേ. വണ്ടി ചടങ്ങ് ഇറങ്ങണേ. നമുക്ക് ടോയ്ലറ്റ്. എടി ഇതെന്താ റൂം ടൂർ അല്ല ട്രെയിൻ ടൂറോ? ഇത് കാണാൻ മാത്രമൊന്നുമില്ല. എടി കാണാൻ മാത്രമൊന്നും സാധാ കക്കൂസ്. ഇതാണോ? കേട്ടോ എവിടെ പഠിച്ചോട്ടെ. ഇത് സാധാ ഇന്ത്യൻ ക്ലോസറ്റ്. ഞാൻ കാണട്ടെ. ഇവിടെ യൂറോപ്യൻ ഉണ്ടോ? വെരി ബാഡ്. നല്ല മണം. ഇത് കുറെ സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ. ഇതെന്താ ഇത് നോക്കാൻ പറ്റുമോ? എടി അയത്തും പിടിക്കാൻ കേട്ടോ. ചാടി പോകും താഴെ. ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കട്ടെ. എന്റെ ഒരു ഫോട്ടോ എടുക്കോ? ഫോട്ടോ എന്തിനാ? വീഡിയോ എടുത്ത് കളയാം. ഒരു ഫോട്ടോ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ചാറ്റ് എടുത്ത് ഒരു വീഡിയോ എടുക്കണം. എടി വാ വാ വാ. വണ്ടി എടുക്കാനായി വാ. പോവാനോ? അതുവഴി നമ്മൾ ഇതുവഴിയാ ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ല. പ്ലീസ് പെണ്ണിനാണെങ്കിൽ ഫോട്ടോ ഇങ്ങനെ എടുക്കണം പറഞ്ഞിട്ട് എടുക്കട്ടെ. എടുത്തു 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 എടുത്തു. അയ്യോ എന്നാ നമുക്ക് വിട്ടാലോ? ട്രെയിൻ എടുക്കാനായി. അതെ ട്രെയിൻ എടുക്കാനായി. നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്യേ. ഡൂഡു ചേച്ച പോട്ടെ. ചേച്ചിക്ക് ചുമ്മാ അയ്യോടാ എടുക്കാനായിട്ടിരിക്കണം കേട്ടോ. എനിക്ക് വന്നിട്ട് അടി കൂടാ. കുഞ്ഞിപ്പെണ്ണ് കെട്ടിപ്പിച്ചു. കുഞ്ഞിപ്പെണ്ണിന് എന്റെ ദൈവമേ നീ എന്നാണോ കാണുന്നേ? ഒരു നോക്കരി ഒരു മരേ നോക്കനൊരു പൊന്നെ. കുഞ്ഞേച്ചി ഉമ്മ കൊടുക്കുമ്പോഴത്തേക്ക് തള്ളുവോ കുഞ്ഞേച്ചിനെ? ആ ഉമ്മ കൊടുക്കുമ്പോ ഒരു കുഴപ്പമില്ല അവർക്ക്. ഡൂഡു നോ
പൊന്നൂനില്ലേടാ? ട്രെയിൻ എടുക്കാൻ ടൈം ആയിട്ടോ. മുക്കാലായി. അറമ്പതിനാ അമ്മേന്റെ ചക്കരക്കുട്ടി ആരാ? നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ഇത് കഴിയാൻ ചെക്ക് പോസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാ പറയണേ. 7 മണിയായി. 9 മണിക്ക് എത്തണ്ടേ? അളിയാ അപ്പൊ ഓക്കെ, അടിപൊളിയാക്ക്. എന്തൊരു സ്നേഹം. ഓഹോ, എന്തൊരു സ്നേഹം. അയ്യോ അയ്യോ പെണ്ണിനെ കൂട്ടിട്ട് കുട്ടയ്ക്ക് പോണം. ഇപ്പൊ ഡൂഡു നൈസായിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കരയിപ്പിക്കുന്നതിന് മുന്നേ വാ ഇറങ്ങാം. വാ ഇറങ്ങട്ടെ. വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് ഉമ്മയില്ല. ഇറങ്ങി ഇനി കരയിപ്പിക്കല്. ചുമ്മാ ഓരോന്ന് ഇങ്ങനെ നോക്കി ഇറങ്ങി. ടാറ്റാ. ഗുഡ് ഗേൾ കാണട്ടെ. ഗുഡ് ഗേൾ ആണോ നീ? ശരി. ഇറങ്ങ. അളിയ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ സുസീനെ കരച്ചിലായി. വന്നേ ഈ ചുമ്മാ കരയിപ്പിക്കാതെ വന്നേ. ഇറങ്ങിക്കോ. സമയം അല്ല സ്റ്റെപ്പ്. അപ്പൊ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു സെറ്റാക്ക്. ഓക്കെ എല്ലാം ഓക്കെ. യാത്ര പറഞ്ഞ് തീരുന്നില്ല കേട്ടോ. സുസിയാണ് കരയിപ്പിക്കാതെ വന്നേ. വാ ഡൂഡ് കരച്ചിലാട്ടോ. ഡൂഡുവിനെ അളിയൻ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞ്. ഇനി സുസി അങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ അങ്ങനെ തിന്ന പോലെ. വാ ഹായ്. ഏതോ വ്ളോഗറാന്ന് തോന്നുന്നു. ഏതോ വിദേശ വ്ളോഗറാന്ന് തോന്നുന്നു അല്ലേ? ചാറ്റ് കൊടുത്ത് കഴിഞ്ഞില്ല. വാ ചാച്ചാ ചാച്ചാ. പോട്ടെ. ആ നേരം അറിഞ്ഞില്ല കേട്ടോ പോവാന്നുള്ളത്. ഭയങ്കര അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കുഞ്ഞച്ചി തിരിച്ചു പോയി. കുട്ടിക്ക് ഡൂഡു പോയി. ഇന്ന് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോ ട്രെയിൻ എടുത്തവര് നേരെ പോവാം. നമ്മളപ്പോ പോയിട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ ഒരു 2 മണിക്കൂർ കൊണ്ട് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. നമ്മുടെ കർണാടക ചെക്ക് പോസ്റ്റ് ഇല്ലേ, അത് നമുക്ക് 9 മണിക്കുള്ളിൽ അവിടെ എത്തണം കേട്ടോ. എങ്കിലാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പുറത്തേക്ക്. അപ്പൊ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് മൈസൂർ അവിടെ പിടിക്കണം. അതാണ് ഈ ടാർഗറ്റ് കേട്ടോ. ട്രെയിൻ സ്റ്റാർട്ടാക്കി ട്രെയിൻ വിട്ടു കേട്ടോ. അങ്ങനെ ട്രെയിൻ എടുത്തു കൂട്ടുകാരെ. ഒരുപാട് ആൾക്കാർ കരയുന്ന സമയം ഒരു ട്രെയിൻ സ്റ്റാർട്ടാക്കുമ്പോ അല്ലേ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണ് ഇവിടെ കിടന്ന് ചേട്ടാന്ന് വിളിച്ച് 4 വയസ്സും തപ്പു കേട്ടോ. ചേച്ചി ടാറ്റ പോയി. അയ്യോടാ പാവം. അവനാണേലും പൊന്നൂനെ കൂട്ട് കുഞ്ഞിപ്പെണ്ണിനെ കൂട്ട് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല. എന്റെ ദൈവമേ, 2 പേർക്കും ഇനി ഭയങ്കര വിഷമായിരിക്കും കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണ് ഇനി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലാണ് ലമ്മയെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ വാതിലിന്റെ പുറകിലും കട്ടന്റെ പുറകിലും എല്ലായിടത്തും പോയിട്ട് ചേട്ടൻ എന്ത് ചെയ്യാൻ തപ്പില്ലാട്ടോ. കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു സഹിക്കാൻ പറ്റില്ല. ഇനി നമ്മള് നേരെ നമ്മള് സമയം കുറച്ച് വൈകില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. നമുക്ക് 1/2 മണിക്കൂർ പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ നമ്മള് വേറെ വഴിയാ പോകുന്നത്. ഗോണിക്കുപ്പ് വഴി. ഈ മുട്ട വെക്കി എറിയുന്ന വഴിയില്ലേ, പോകുന്ന വഴിക്ക് കള്ളന്മാരെ ചില്ലിലേക്ക് മുട്ട വെക്കി. സാധനം ഇട്ടിട്ടുണ്ടോ? ആ സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ സാധനം വാങ്ങി നമ്മുടെ വൈപ്പറിൽ ഒഴിച്ചിട്ടുണ്ട്. മുട്ട വീണാലും ചെതറിപ്പോകും. അതായത് ഈ ചില്ലിൽ പിടിക്കാണ്ടിരിക്കുന്ന ഒരു ഗുളികയുണ്ട്, ക്യാപ്സ്യൂള്. അതൊക്കെ വാങ്ങി വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ കൂട്ടുകാരങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് പൊന്നൂനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. പാനിപ്പൂരി എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് നമുക്ക് പാനിപ്പൂരി കിട്ടാത്തതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് പാനിപ്പൂരി കിട്ടുന്ന ഒരു സ്ഥലത്ത് എന്താ
ആശീർവാദ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്യുവർ വെജ് ഹോട്ടലാട്ടോ. അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ വന്നിട്ട് നമ്മള് കുഞ്ഞിപ്പെണ്ണിനെ ക്ലീൻ ചെയ്തു, ഫ്രഷ് ആക്കി. എന്നിട്ട് നമുക്ക് പാനിപൂരി ഉറങ്ങുങ്ങനെ ചെയ്തിട്ടുണ്ട്. അവള് ഫ്രഷ് ആവാണ്ട് ഉറങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ, അപ്പൊ അവള് ഫ്രഷ് ആക്കി കൊണ്ടുനടക്കുന്നുണ്ട്, ചേഞ്ച് ആക്കി. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് പാനിപൂരി കിട്ടുമോ നോക്കാം. നമുക്ക് മോളിക്കൂട്ടിന് പാനിപൂരി കൊടുത്ത് മോളിക്കൂട്ടിന് അങ്ങ് സങ്കടാക്കിയ. മോളിക്കൂട്ടിന്റെ സുസി പോയത് അങ്ങ് സങ്കടാട്ടോ. മോളിക്കൂട്ടാ അങ്ങനെ സങ്കടല്ലേ? പാനിപൂരി കഴിക്കാനിട്ടല്ലേ? കഴിക്കാണ്ടല്ല, കുഞ്ഞേച്ച് പോയോണ്ട്. കട ഇതാണ് ആശീർവാദ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടല്. ഇവിടെ ഒരുപാട് സാധനങ്ങളുടെ ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് പാനിപൂരി കിട്ടും ചോദിച്ചു നോക്കണം. പാനിപൂരിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെയും സെറ്റ് ആയിട്ടിരുന്നിട്ട് പാനിപൂരി അടിക്കാം. ഇപ്പൊ കുഞ്ഞേച്ചി ഇല്ലാത്ത കാരണം ഞാൻ കന്നഡ പറയണമെന്ന് നമുക്ക് കന്നഡ അറിയാത്തോണ്ട് ഭയങ്കര കഷ്ടാട്ടോ. പാനിപൂരി ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ പാനിപൂരി വന്നിട്ടുണ്ട് കേട്ടോ. പാനിപൂരി ആണ്ടെ ഈ സാധനമൊക്കെ ഒഴിച്ചിട്ട് ഇതിനകത്താണ്ടെ നമ്മുടെ മല്ലിച്ചപ്പും ഒക്കെ ആയിട്ടുള്ള വെള്ളമുണ്ട്. അത് ഒഴിച്ചിട്ടാണ്ടെ അത് പൊട്ടിപ്പോയി കൂട്ട. അതെടുത്ത് നേരെ വയലിക്കിട്ട് മമ്മി അത് വയലിക്കിട്ടോ. അടിച്ചു മുറിച്ചത് അടുത്ത പൊന്നു ഒഴിക്കുന്നുണ്ട്. കുറെ നാളത്തെ കൊതിയാട്ടോ പാനിപൂരി കഴിക്കാന്. കഴിച്ചോ? 1 2 3 സ്റ്റാർട്ട്. ഇതാ പാനിപൂരി ഇഷ്ടമായില്ല? അത് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പിന്നെയാണ് ഇഷ്ടപ്പെടുള്ളൂ. അത് കോഴി തോണ്ടി കഴിക്കുന്നതല്ല, അത് വേറെ സാധനം. ഇന്ന് നമ്മൾ വരുന്നവർക്ക് ഒരുപാട് സാധനങ്ങൾ കഴിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ വയറിന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലെമൺ ടീ വന്നിട്ടുണ്ട്. ലെമൺ ടീ അടിക്കും കേട്ടോ. വയറിനൊന്നും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ല, ഗ്യാസിന്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടനെ കാണാനില്ല കേട്ടോ കൂട്ടുകാരെ. കുപ്പി എല്ലായിടത്തും എറിയ കേട്ടോ. കൂട്ടുകാരെ ചേട്ടനെ കാണാനില്ല കൂട്ടുകാരെ, എനിക്ക് അപ്പടി വിഷമാട്ടോ. ഉണ്ട് ദൈവമേ. അപ്പൊ കൂട്ടുകാരെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി നമ്മളിനി നേരെ ഗോണിക്കുപ്പ വഴി നമ്മള് വീട്ടിലേക്കാട്ടോ പോകുന്നേ. അപ്പൊ കാടും മലയൊക്കെ താണ്ടി നമുക്ക് പോവാം നേരെ വീട്ടിലേക്ക്. കുഞ്ഞിപ്പെണ്ണാണ് വഴക്ക് തുടങ്ങി. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ നോക്കട്ടെ കേട്ടോ. ഇനി ഒരു 3.5 മണിക്കൂർ ആട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട്. 3.5 മണിക്കൂർ കണ്ടിന്യൂ സ്ട്രേറ്റ് ഡ്രൈവ് ആയി നേരെ വീട്ടിൽ തന്നെ നിർത്തുള്ളൂ അല്ലേ? അതിന്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യം തന്നെ നിർത്തി തരും കേട്ടോ സംഭവം. അവര് വിളിച്ചായിരുന്നു, അവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരിനി നാളെ ആവും അവിടെ എത്താന്. നാളെ രാവിലെ എത്തുമ്പോലെ പാവം. അപ്പൊ ഒരുപാട് രാത്രി ആയിട്ട്, ഇപ്പൊ സമയം 8:30 ആയിട്ടോ. നമ്മൾ 8:30 രാത്രി ഇരുട്ടായില്ലേ, ഒരുപാട് ഇരുട്ടായില്ലേ. ഒരുപാട് രാത്രി ആവട്ടോ അല്ലേ? ടെൻഷൻ എനിക്ക് ഇരുട്ട് പേടി കേട്ടോ, അതാണ് ഒരു ടെൻഷനാ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വഴി ചോദിച്ചു പോകണ്ട, നമുക്ക് ഗൂഗിളമ്മച്ചി പറഞ്ഞുതരും. നമ്മളപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പെരുങ്കാട്ടിക്കൂടെ കേട്ടോ കൂട്ടുകാരെ പൊക്കോണ്ടിരിക്കുന്നത്. മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, നമ്മള് കുട്ട വഴി വീട്ടിലോട്ട്. ഈ ഇച്ച എന്നോട് കടുവയുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പം പറ്റിക്കൂട്ടോ. എടി ഇത് കടുവയ്ക്കുള്ള കാടാ, പക്ഷെ നമ്മള് പറഞ്ഞില്ല നമ്മള് കാണണം എന്ന് വിചാരിച്ച് പോയാൽ കാണത്തില്ല. ഇപ്പൊ ഒരു പുള്ളിക്കാരനാണേലും വണ്ടി പോയിട്ട് ഡിം അടിച്ചിട്ട് ഇപ്പൊ ഒരു 4-5 കിലോമീറ്റർ ഇപ്പുറം എത്തിയിട്ട് ഒരു ആരും കണ്ടില്ല കേട്ടോ. ഒരു കൊരങ്ങനെ പോലും കണ്ടില്ല. അയ്യോ, ഞാനാണേലും ഞാനിപ്പോ ആനേനൊക്കെ മര്യാദക്ക് കാണാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ മമ്മീന്റെ അടുത്തേക്ക് കൊടുത്തു. ഇരുന്ന് സെറ്റായിരുന്നതാ. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിട്ടോ നല്ലോണം. കടുവ സ്ലോലി മുത്തങ്ങ എത്തി നമ്മള്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. പോകട്ടെ കൂട്ടുകാരെ, നിങ്ങൾ ആനേനെ കാണുവാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ കാണുവാണെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ. ആനയില്ല, ഒരു ചേനയില്ല.
അമ്മയാണ് ആനനെ കാണുന്നു പറഞ്ഞിട്ട് ഉറക്കത്തുനിന്ന് എണീച്ചിരുന്നു കേട്ടോ. ആന പോയിട്ട് ഒരമ്പഴങ്ങ പോലുമില്ല. കൊറേ വണ്ടി ഉള്ളത് കാരണം അങ്ങനെ റോട്ടിലേക്കൊന്നും ഇത് ഈ വഴി ഇപ്പൊ അടുത്ത് റെഡിയാക്കിയതാ തോന്നുന്നു കേട്ടോ. പണ്ടൊക്കെ നല്ല സൂപ്പർ വഴിയാക്കില്ലേ. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഈ മുട്ട എറിയുന്നൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കള്ളന്മാര് ജില്ലയ്ക്കൊക്കെ. അത് ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പൊ ഇതുവഴി നല്ല റോഡായതുകൊണ്ട് ഇപ്പൊ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. പണ്ട് അങ്ങനെ വണ്ടികൾ ഇല്ലായിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരുന്നു ഇല്ലാത്ത കാരണമായിരിക്കും കള്ളന്മാരങ്ങനെ ചെയ്യുന്നേ. ഇപ്പൊ വള്ളികളായാലും ഇപ്പൊ നല്ല റോഡായി അല്ലേ? നല്ല സൂപ്പർ സൂപ്പർ റോഡായി. ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട്. ഒന്ന് ചേർന്ന് നമ്മള് കില്ലാടികള് തന്നെ. വലിയ കാടാട്ടോ. കാടൊക്കെ വലിയ കാടാ. എത്രയുണ്ട് ഇവിടെ അല്ലേ കടുവേനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടിടുന്ന സ്ഥലം. ഇത് കടുവ സങ്കേതാട്ടോ. വേറെ എവിടെയെങ്കിലൊക്കെ കടുവേനെ ആനേനെ അങ്ങനെയൊക്കെ കിട്ടുമ്പോ കൊണ്ട് കളയുന്ന വലിയ കാട് ഇതാട്ടോ. പാവാനെ കാട്ടിൽ തന്നെ ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അല്ല കാട്ടിൽ ജീവിക്കട്ടെ അല്ലാണ്ടോ നമ്മള് നാട്ടിലല്ലേ ജീവിക്കുന്നേ. എന്താമീ കാട്ടി കൊണ്ടുവന്നിട്ടാണ് എന്നെ കാട്ടി കൊണ്ടുവിടാ. അയ്യോ ഡൂഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞു കൊണ്ട് ഒള്ളി സിംബം. പാവ മക്കളെ എന്റെ കൊച്ചിനെ മിക്സ് ചെയ്യുന്ന എനിക്ക്. കൂർഗ് കൂർഗ് എന്ന് പറയുന്നത് കൂർഗ് എന്ന് പറയുന്നത് കൂർഗല്ലേ? ഇങ്ങനെ കൃഷി ചെയ്യാൻ കൂർഗില് കൊടകില് പോവാന്നൊക്കെ പറയുന്നേ. അതാ കൊടകില് കൂർഗ. കൂർഗ് കർണാടകയിലെയോ? കൂർഗ് തന്നെയാടാ. കൂർഗും പിന്നെ മറ്റു സാധനം തന്നെ ഞാൻ പറഞ്ഞേ കൊടക് കൃഷിയൊക്കെ ചെയ്യാൻ പറഞ്ഞ ശിവന്റെ അമ്പലാട്ടത്. എന്റെ പൊന്നു കൂട്ടുകാരെ ഇപ്പൊ പ്രേതം പിരിച്ചു. മൊത്തം കോടയാട്ടോ. ഒരു സാധനം കാണാനില്ല കേട്ടോ. മൊത്തം പൊതിഞ്ഞ കോടയാ. അല്ലേ ഇത് പണ്ട് സിനിമയിലൊക്കെ പ്രേതം വരുമ്പല്ലേ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നേ. നമ്മുടെ വണ്ടി കണ്ടോ വളവ് തിരിയുമ്പോ സൈഡിൽ ലൈറ്റ് വെക്കും അല്ലേ? അപ്പൊ സൈഡിലും കൂടെ ലൈറ്റ് ഉള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അഡ്വർടൈസ്മെന്റ് ഒന്നും എനിക്ക് വരുന്നില്ല. എന്നെ ക്ലിയർ ആയിട്ട് എന്റെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ വേണം കേട്ടോ. ക്ലിയർ ആയിട്ട് കാണണം. അവിടെ വെള്ളത്തിന്റെ ആണോ കുലുങ്ങണേ കുടുകുടുന്നോ? അതോ എണ്ണയാണോ? വെള്ളം പുറകിലോട്ട് കന്നാസില് വെള്ളം എടുത്തിട്ടില്ല നമ്മള്. അതൊക്കെ വേറെ കന്യാസിലൊക്കെ നമ്മള് വെള്ളം കൊണ്ടൊക്കെ വന്നേ. അത് എവിടെയെങ്കിലും നിർത്തിയിട്ടല്ലേ നമ്മള് ഭക്ഷണം കഴിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം ഇരിക്കുന്നത് നല്ലതാ. അതല്ലേ വണ്ടിയിൽ ഒഴിക്കാനോ വണ്ടി കഴുകാനോ. ഇപ്പൊ വണ്ടിയിൽ അപ്പിയെങ്ങാനും ഇട്ടാലോ ആരെങ്കിലും കോഴി കാക്കയൊക്കെ. കോഴിയല്ല കാക്ക പക്ഷിയൊക്കെ. ഇതിന് വെള്ളം ഒഴിക്കില്ലേ വണ്ടിയില്? നമുക്ക് ഓമനിയിലൊക്കെ ഒഴിക്കാറുണ്ട്. റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കില്ലടോ ഞാൻ. അത് ഓമനിക്ക് ലീക്ക് ഉണ്ടായിരുന്ന സമയത്തല്ലേ ഭൂതം പോലെ നിക്കുന്നേ. ഞാന്ന് പറയണ അല്ലേജ് വെക്കുമ്പോ അല്ലേ? ഈ വാൽജീപ്പില് കണ്ടോ? ഈ ഓമിനിന്റെ മുന്നിൽ ഒരു വാൽജീപ്പ് ഉണ്ട്. അതിൽ ചേട്ടന്മാര് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു പോന്ന്. വൈബാണ് ഫുള്ള്. പാട്ട് വെച്ച് 11 മണിയായിട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് അടക്ക എങ്ങാണ്ട് കുരുമുളക് എങ്ങാണ്ട് പറിച്ചിട്ട് പോന്നെന്ന് തോന്നണു. അങ്ങനെ കൂട്ടുകാരെ നമ്മള് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു കേട്ടോ. കർണാടക നമ്മൾ വിട്ട് കേരളത്തിലേക്ക് കടന്ന് ഇപ്പോഴും നമ്മുടെ
തോൽപ്പെട്ടി കാട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മള് തോൽപ്പെട്ടി കാട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശസ്ത ഒരു ആനയുണ്ട്, പക്ഷെ ആനേന്റെ പേര് ഞാൻ മറന്നു. ഇവിടെ ഈ കുങ്കിയാന, കുഞ്ഞെന്താടാ എടാ ഈ കുങ്കിയാന ഇല്ലടാ, ഈ ഇതിനൊക്കെ മെരിക്കാൻ പോയ തണ്ണീർക്കൊമ്പിനെയൊക്കെ മെരിക്കാൻ പോയൊരു ആനയുണ്ടല്ലോ, എനിക്ക് അവരെ പേരൊക്കെ മറന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ എത്തി നമ്മുടെ പുൽപ്പള്ളിയിൽ എത്തിട്ടോ. നമുക്കിനി ഏകദേശം 5 മിനിറ്റ് നമ്മൾ വീടെത്തും കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പണ് നല്ല ഉറക്കം, മമ്മി നല്ല ഉറക്കത്തിലാട്ടോ. കുഞ്ഞിപ്പണ് എന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെയും മമ്മി ഇവിടെ പുറകിൽ നല്ല ഉറക്കാണ്. നമ്മളെപ്പോ എത്തിട്ടോ. പപ്പ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എവിടെ എത്തി ചോദിച്ചോണ്ട് വിളിച്ചോണ്ടിരിപ്പുണ്ട്. പപ്പയ്ക്ക് ടെൻഷനാട്ടോ, കൊച്ചൊക്കെ ഉള്ളത് കാരണം കാട്ടിലൂടെ വരുന്നല്ലേ. നമ്മളങ്ങനെ വീടെത്തിക്കൊണ്ടിരിക്കുന്നു. എടാ മെല്ലെ പോയാലല്ലേ എത്തുള്ളൂ. നമ്മുടെ വീട് വണ്ടി ബെക്കു നോക്കുന്നുണ്ട്, എണീറ്റ് ചിരിക്കുവായിരുന്നു. പപ്പ നമ്മൾ വീടെത്തി. മമ്മി എന്തൊക്കെയാ പറയുന്നേ? ലൈറ്റ് പപ്പ അങ്ങനെ നമ്മള് പോയി വന്നു. എന്റെ അമ്മാനെ കുഞ്ഞിപ്പണ നല്ല ഉറക്കത്തിലാട്ടോ, നല്ല ഉറക്കത്തില്ല. മോളിക്കൂട്ടെന്നാണ് ഇവിടെ നല്ല ഉറങ്ങിയിട്ടുണ്ട്. എണീച്ച് മോളിക്കൂട്ടാ. അങ്ങനെ വീട്ടിലെത്തി. ട്രെയിനിന്റെ അടുത്ത് നമ്മ ചോദിച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. ബെക്കു ദൈവമേ, അവന് കുട്ടി എണീറ്റോ? കെട്ടിവെച്ച മുടിയൊക്കെ പോയട്ടോ. എന്റെ അമ്പോ, കുഞ്ഞിപ്പണ്ട അങ്ങനെ എണീച്ചു. അങ്ങനെ നമ്മൾ പോയി സുസീനെ ഡൂഡുവിനെ കൊണ്ടുപോയാക്കി നമ്മൾ തിരിച്ചെത്തി വീട്ടില്. ഇനി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. മറ്റു വീഡിയോ നാളെ കാണാം. കുഞ്ഞിപ്പന്നെ ഒരു കണ്ണ് ഒങ്ങിയില്ല.